അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഇനി ഈ സൂറത്തിൽ പറയുന്ന അവസാനത്തെ സംഭവം ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ചരിത്രത്തിലെ ചില സംഭവങ്ങളാണ് 83 മുതൽ 98 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത്. ഈ സൂറത്തിൽ വന്ന മറ്റു ചരിത്ര സംഭവങ്ങളെ പോലെ ഈ ചരിത്രവും ഖുർആനിൽ ഈ സൂറത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം പോലെ ജൂതന്മാരുടെ പ്രേരണയാൽ മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുൽഖർനൈനിയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഈ ആയത്തുകൾ അവതരിച്ചത് എന്ന് ഈ സംഭവം പറഞ്ഞു തുടങ്ങുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ദുൽഖർനൈൻ ചരിത്രത്തിൽ നല്ലവനായ ഒരു രാജാവായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ ദുൽഖർനൈൻ എന്ന പേര് ഒറിജിനൽ പേരല്ല, സ്ഥാനപ്പേരാണ് എന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ പേര് വന്നു? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ത്? അദ്ദേഹം രാജാവ് മാത്രമായിരുന്നോ, അതല്ല ഒരു പ്രവാചകൻ കൂടിയായിരുന്നോ? ഏത് കാലത്ത് എവിടെയാണ് അദ്ദേഹം രാജാവായിരുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ വലിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പല വീരസാഹസികരായിരുന്ന രാജാക്കന്മാരെയും ദുൽഖർനൈനിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഭൂമിയുടെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നടത്തിയ വിപുലമായ പടയോട്ടങ്ങളിലൂടെ അതിവിശാലമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു മഹാരാജാവായിരുന്നു എന്നും അതോടൊപ്പം നിഷ്കളങ്കനും നല്ല ദൈവഭക്തിയുള്ളവനും നീതിമാനും ജനസേവകനുമായ ഒരു ഉത്തമ വ്യക്തിയുമായിരുന്നു എന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഖുർആനിലെ ഈ വിവരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നു എന്നതിനപ്പുറം ഖുർആൻ ഒരു ചരിത്ര വിവരണ ഗ്രന്ഥമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രമൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ആരായിരുന്നു, എവിടെയായിരുന്നു എന്ന കാര്യങ്ങളിലൊക്കെ ഇത്ര വിപുലമായ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ഒന്ന്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തിയാവാനാണ് സാധ്യത എന്നാണ്. കിഴക്കും പടിഞ്ഞാറും സാമ്രാജ്യങ്ങൾ കീഴടക്കിയവൻ എന്നത് അദ്ദേഹത്തിനാണ് ചേരുക എന്നതാണ് ഈ അഭിപ്രായത്തിന് പിൻബലമായിട്ടുള്ള പ്രധാന കാരണം. പഴയകാല മുഫസ്സിറുകളിൽപ്പെട്ടവരാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളവരിൽ അധികവും. എന്നാൽ ആധുനിക മുഫസ്സിറുകളിൽപ്പെട്ട പലരും സൈറസ് ദ ഗ്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പേർഷ്യൻ ചക്രവർത്തി ഖുസ്രുവാണ് ദുൽഖർനൈൻ എന്ന് അഭിപ്രായപ്പെടുന്നു. അബുൽ കലാം ആസാദിനെ പോലെയുള്ള ആധുനിക മുഫസ്സിറുകൾ ഇക്കാര്യം ഏകദേശം ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. ഖുസ്രു ഒരു നീതിമാനായ രാജാവായിരുന്നു, സത്യവിശ്വാസിയും സൽക്കർമ്മിയുമായിരുന്നു. കിഴക്കും പടിഞ്ഞാറും അദ്ദേഹം കീഴടക്കിയിരുന്നു. മാത്രമല്ല, പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രതിമകൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം 2 കൊമ്പുള്ള കിരീടം തലയിൽ വെച്ച നിലയിലാണ് അത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് ദുൽഖർനൈൻ ഖുസ്രുവാണ് എന്നതിന് തെളിവായി പറയുന്നത്. മറ്റൊരു അഭിപ്രായം അറബി രാജാക്കന്മാരായിരുന്ന ഹിമ്യർ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രമുഖ രാജാവായിരുന്നു ഇത് എന്നാണ്. അവർ പറയുന്ന കാരണം ദുൽഖർനൈൻ എന്നതിലെ ദു എന്നത് മാസ്റ്റർ ഓഫ് എന്ന അർത്ഥത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥാനപ്പേരായിട്ട് ഉപയോഗിച്ചിരുന്നത് ഹിമിയർ രാജാക്കന്മാരായിരുന്നു എന്നതാണ്. മഹാനായ അബുറൈഹാൻ അൽ ബീറൂനി ഈ അഭിപ്രായക്കാരനാണ്. അൽ ബീറൂനി വലിയ ഇസ്ലാമിക പണ്ഡിതൻ എന്നതോടൊപ്പം ലോകസഞ്ചാരി, ഫിലോസഫി, ഗോളശാസ്ത്രം, ഭൂമിശാസ്ത്രം, ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങിയ ശാസ്ത്രശാഖകളിൽ വലിയ പ്രാവീണ്യമുള്ള വ്യക്തിയും വിവർത്തകനും ചരിത്രകാരനുമൊക്കെയായിരുന്നു. അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ അദ്ദേഹം കണ്ടെത്തിയതാണ് ദുൽഖർനൈനി ഹിമ്യർ വിഭാഗത്തിൽപ്പെട്ട രാജാവായിരുന്നു എന്ന്. ദുൽഖർനൈനി ഒരു നബിയായിരുന്നു എന്ന് പറയുന്നവർ തെളിവായി പറയുന്നത് ഖുൽനാ യാ ദുൽ ഖർനൈൻ, നാം ദുൽഖർനൈനിയോട് പറഞ്ഞു എന്ന് ഈ വിവരണത്തിനിടയ്ക്ക് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു ദുൽഖർനൈനിയോട് ആ പറയുന്നത് വഹയാണ് എന്നും അതുകൊണ്ട് ദുൽഖർനൈൻ ഒരു പ്രവാചകനാണെന്നുമാണ് അവരുടെ അഭിപ്രായം. ഏതായാലും ഖുർആൻ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികൾ വിവരിച്ചുകൊണ്ട് അതിൽ മനുഷ്യർ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉത്ബോധിപ്പിക്കുകയാണ്. വയസ്അലൂനക അൻ ദുൽഖർനൈനി, ദുൽഖർനൈനിയെക്കുറിച്ചും അവർ താങ്കളോട് ചോദിക്കുന്നു. അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുറൈശികളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനല്ല. അദ്ദേഹം പ്രവാചകനല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾ അദ്ദേഹത്തോട് ആ ചരിത്രം ചോദിക്കൂ, ഈ ചരിത്രം ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാർ ഖുറൈശികളെ പറഞ്ഞുവിടാറുണ്ടായിരുന്നു. അതിനനുസരിച്ച് മുശ്രിക്കുകളായ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല ചരിത്രങ്ങളും ചോദിച്ച കൂട്ടത്തിലാണ് ദുൽഖർനൈനിയെക്കുറിച്ച് അവർ ചോദിച്ചത്. വയസ്അലൂനക അൻ ദുൽഖർനൈനി, വയസ്അലൂനക
അതും താങ്കളോട് അവർ ചോദിക്കുന്നു. അൻ ദുൽഖർനൈനിയെക്കുറിച്ചും. കർണ് എന്നാൽ കൊമ്പ് എന്നാണ്. ദുൽഖർണ് എന്നാൽ കൊമ്പുള്ളവൻ എന്നാണ്. ദുൽഖർനൈനി എന്നാൽ 2 കൊമ്പുള്ളവൻ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പേര് വന്നത് എന്നതിനെക്കുറിച്ച് പറയുന്ന ചിലത്, ഒന്ന് തലമുടി 2 ഭാഗത്തേക്കായി കെട്ടിവെക്കുന്ന ആളായിരുന്നു അദ്ദേഹം എന്നാണ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ 2 കൊമ്പ് പോലെ ഉണ്ടായിരുന്നു എന്നാണ്. മൂന്നാമത്തേത് കിഴക്കും പടിഞ്ഞാറും കീഴടക്കി എന്നതുകൊണ്ട് കിഴക്കിനെയും പടിഞ്ഞാറിനെയും സൂചിപ്പിച്ചുകൊണ്ടാണ് 2 കൊമ്പ് എന്ന് പറയുന്നത് എന്നാണ്. ഏതായാലും അള്ളാഹു പറയുന്നു, നബിയെ, അവർ താങ്കളോട് ദുൽഖർനൈനിയെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ, താങ്കൾ അവരോട് പറയുക, സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ നിങ്ങൾക്ക് ഓതിത്തരാം. സഅത്ലു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മിൻഹു, അദ്ദേഹത്തിൽ നിന്നുള്ള, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ദിക്റ, പാഠം, ഉത്ബോധനം, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പാഠങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം എന്ന് ചോദിക്കുന്നവരോട് പറയുക എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. തുടർന്ന് ദുൽഖർനൈനിയെക്കുറിച്ച് വിവരിക്കുന്ന ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അത് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.